ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ജോലിക്ക് പോവുകയാണ്. അമ്മായിയുടെയും ചേച്ചിയുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ ശ്രുതി ജോലിക്ക് പോവുകയാണ് കേട്ടോ. ഇതേ സമയം മനോരമ ആൻറ്റിയും അഞ്ജലിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോരമ ആൻറ്റി ചോദിച്ചു, അല്ല അയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജാതകം കൊണ്ട് വന്നയാളെ, ആ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ് വന്നയാൾ വന്നു കഴിഞ്ഞപ്പോൾ നീ എന്തിനാടി കൈ ഇങ്ങനെ കണ്ണൊക്കെ കാണിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. അതേ, ലാവണ്യയുടെ കാര്യം മുത്തശ്ശിന് മുമ്പ് വെച്ച് പറയണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. ഓ, ലാവണ്യയുടെ കാര്യം മുത്തശ്ശിക്ക് അറിഞ്ഞാൽ എന്താ കുഴപ്പം? നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ, ഓഫീസിൽ എല്ലാവർക്കും അറിയാലോ. അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് ലാവണ്യാന്ന്, ഓഫീസിലെ പെൺകൊച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, പക്ഷേ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു മനോരമ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി അശ്വിനെ ഇങ്ങനെ വിളിക്കുകയാണ്. അശ്വിനെ വിളിച്ചിട്ട് കാര്യം ഇങ്ങനെ പറയാണ്, അങ്ങനെ ഇന്ന് ജാതകം കൊണ്ട് ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ട് വന്നിരുന്നു, ഒരാളിങ്ങനെ വന്നിരുന്നു. അപ്പോൾ മുത്തശ്ശിയുടെ മുമ്പ് വെച്ച് ലാവണ്യയുടെ കാര്യം ഇങ്ങനെ പറയാനായിട്ട് ആൻറ്റി തുടങ്ങി എന്ന കാര്യം ഇങ്ങനെ അശ്വിനോട് പറയുക. അറിയാണ്ട് വീണതാ വായിന്ന്. എന്നിട്ടോ അറിയാതെ ഞാനതങ്ങോട്ട് മാനേജ് ചെയ്തു, മുത്തശ്ശിക്ക് മനസ്സിലാകാത്ത രീതിയിൽ. എൻ്റെ ഈശ്വര, ഞാൻ കരുതി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിന്നാ. എന്തൊക്കെ അനാവശ്യങ്ങളെ ചേച്ചി അവിടെ നടക്കുന്നത്? അപ്പോൾ അഞ്ജലി ചോദിച്ചാൽ അനാവശ്യമോ? നിൻ്റെ കല്യാണക്കാര്യം എങ്ങനെയാടാ അവിടെ അനാവശ്യ കാര്യമാകുന്നത്? അതേ മണവാളഞ്ചക്ക, ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം, എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തോണം കേട്ടോ നീ. അതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ മുത്തശ്ശി നിന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും, നോക്കിക്കോ. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ കോള് കട്ട് ചെയ്യണം. മുത്തശ്ശി അപ്പോഴും ആലോചിക്കുകയാണ്, ഞാനറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മനോരമ എന്തായാലും അങ്ങനെയാണ് പറഞ്ഞേ. അശ്വിൻ ഏതോ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ മനോരമ പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടോ, ഉള്ളതാണോ? എന്തായാലും അഞ്ജലിക്കും ഇതേക്കുറിച്ച് അറിയാം, എന്നോട് പറയാത്തതാ, എല്ലാവർക്കും അറിയാം, ആരും പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് രാമൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുക, അതേ, ഇവിടെ നിന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അശ്വിൻ സാറിൻ്റെ കല്യാണം ബാക്കി എല്ലാവരും തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നിന്നല്ലേ തീരുമാനിക്കേണ്ടത്? അശ്വിൻ സാറിനെ കുറിച്ച് ഏത് ഓൺലൈനിൽ വന്ന വാർത്തയാണ്. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കൊച്ചുമോളാണ് കാണിച്ചു തന്നത് എന്നും പറഞ്ഞിട്ട് രാമചേട്ടൻ കാണിച്ചു കൊടുക്കുക. സാറിന് പറ്റിയ പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഒരു മത്സരം തന്നെ വെച്ചിട്ടുണ്ടെന്ന്. ഏത് പെണ്ണ് വേണമെന്ന് SMS അയച്ചാൽ മതിയെന്ന്. ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എൻ്റെ ഭഗവതി, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണത്, ഇങ്ങനെ കാണിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അത് മേടിച്ച് നോക്കുകയാണ്. അപ്പോൾ ജോഡി എന്നൊരു പരിപാടിയിൽ അശ്വിൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അവിവാഹിതരായ 5 കോടീശ്വരന്മാർ, അവർക്ക് പറ്റിയ 5 സുന്ദരിമാർ, അതിൽ ഒന്നാമത്തെ ആൾ അശ്വിൻ സാഹ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാട്ടോ. സ്വന്തം സെക്രട്ടറി ലാവണ്യയുമായിട്ട് പ്രണയത്തിലാണ് എന്ന ഗോസിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അശ്വിൻ സാഹിറാമിനെ പറ്റിയ നല്ല പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്ക് സമ്മാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് അഞ്ജലിയും വന്നു കേട്ടോ. എന്താ ഇത്, നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് സോനിവാസം വിളിച്ച് പറയാനായിട്ട് ഇവർക്ക് ആരാണ് ഇതുപോലെ അനുവാദം കൊടുത്തത്? ഇതൊക്കെ ഗോസിപ്പ് പ്രോഗ്രാമാണ്. വെറുതെ വലിയ വലിയ ബിസിനസ്സുകാരെയും സിനിമാ താരന്മാരെയൊക്കെ അധിക്ഷേപിച്ച് പ്രോഗ്രാം ചെയ്ത് വ്യൂസ് ഉണ്ടാക്കലും പണം ഉണ്ടാക്കലൊക്കെ ഇവരുടെ മെയിൻ വിനോദം. നല്ല തല്ലു കൊടുക്കാത്തതിൻ്റെ അസുഖമാണ് ഇതൊക്കെ. വേറെ ആരുമായിട്ട് എൻ്റെ കൊച്ചുമോൻ പ്രണയത്തിലാണെന്ന്. എന്താ മോളെ പേര്? അപ്പോൾ ഏത് പേര് മുത്തശ്ശി? അല്ല, അവൻ പ്രേമത്തിലാണെന്ന് പറഞ്ഞാൽ പെണ്ണേ അവൻ്റെ സെക്രട്ടറിയോ PIയോ എന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പം എന്ത് പേര് പറഞ്ഞല്ലോ, ലാവണ്യോ ലളിതയോ? ഓ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി, അതൊക്കെ വെറുതെ പറയുന്നതാണ് മുത്തശ്ശി, അതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനെന്തിനു വിശ്വസിക്കണം? എൻ്റെ കുഞ്ഞ് ഞാൻ പറയുന്ന പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എനിക്ക് ഉറപ്പാണ്. നല്ല മഹാലക്ഷ്മി പോലൊരു പെണ്ണായിരിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ പെണ്ണ്. പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിൽ നല്ല അടക്കവും ഒതുക്കവും വിനയവും ഒക്കെയുള്ള നല്ലൊരു സുന്ദരി പെങ്കൊച്ചായിരിക്കണം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്. അപ്പോൾ ആ സുന്ദരി പെങ്കൊച്ചിനെ കാണിക്കുക. മറ്റാരും അല്ല, നമ്മുടെ ശ്രുതി. ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ശ്യാമം വന്നിങ്ങനെ നിൽപ്പുണ്ട്. പുറകിലായിട്ട് ശ്യാമം വന്നിങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. യാദൃശ്ചികമായിട്ട് വന്നതായിരിക്കാം, പക്ഷേ ഇവർ തമ്മിലൊരു കണ്ടുമുട്ടൽ ഇപ്പോൾ ഇവിടെയുണ്ട്. എന്തായാലും എല്ലാം നല്ലതിനായിരിക്കണേ. ആരും എന്നെ വഴക്ക് പറയാനോ കുറ്റം പറയാനോ ഒരു ഇട വരുത്തരുത്. എല്ലാവരും വഴക്ക് മാത്രമല്ലേ പറയുള്ളൂ. അതിൻ്റെ വരുത്തരുതെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസാദം മേടിക്കുക. അപ്പോൾ ഇടത് കൈ കൊണ്ടാണ് പ്രസാദം മേടിച്ചത്. അപ്പോൾ ശ്യാം ചോദിച്ചു, ഇതെന്താ ശ്രുതി ലക്ഷ്മി, ഇടത് കൈ കൊണ്ടാണ് പ്രസാദം മേടിക്കുന്നത്? അപ്പോഴാണ് നമ്മുടെ ശ്രുതി ശ്യാമിനെ കാണുന്നത്. അപ്പോൾ പ്രസാദം മേടിച്ചിട്ട് ചോദിച്ചു, സാറെന്താ ഇവിടെ? ഞാനൊരു ചായ കുടിക്കാൻ വന്നത്. അമ്പലത്തിൽ അതിനാണല്ലോ ആൾക്കാർ വരുന്നത്.
സോറി സാർ, ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചോദിച്ചു പോയതാ സാർ. ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും അതെനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാനും ഇങ്ങോട്ടേക്ക് അമ്പലത്തിൽ വല്ലതുമൊക്കെ വന്നത്, ദേവിയോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ഈ കുട്ടി ഒന്ന് നോക്കിക്കോണേന്ന്. എന്താടോ തനിക്ക് പേടിയുണ്ടോ എന്നൊക്കെ ശ്യാം ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ പേടിയില്ലാതില്ല, കുറച്ച് ടെൻഷൻ ഉണ്ടോ എന്നുള്ളത് സത്യമാണ്. അല്ല എന്തിനാണ് ടെൻഷൻ, താൻ വളരെ കൂളായിട്ട് പോയി അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ശ്രമിക്കാം, തനിക്ക് ഇവിടെ ഒരു പ്രശ്നം വരില്ല, താൻ ധൈര്യമായിട്ട് പോയി ജോയിൻ ചെയ്തു, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ, അതെൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ശരി, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പിരിയാട്ടോ. കൂടുതൽ സംസാരമൊന്നും ഉണ്ടായില്ല. വീണ്ടും അവൾ ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ച്, നല്ലതിന് വേണ്ടി പ്രാർത്ഥിച്ച് അവൾ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് തിരക്ക് കൂട്ടുകയാണ് കേട്ടോ. അല്ലെങ്കിലും അവൾക്കൊരു പടപ്പും തിരക്കും അല്ലേ. ഇതേ സമയം മുത്തശ്ശി വീണ്ടും ആലോചിക്കുകയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ. അഞ്ജലി മനോരമ എന്നീന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അതെനിക്കറിയണം, എന്തൊക്കെയാണ് ഒളിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഓഫീസിലേക്ക് പതുക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓഫീസിലെത്തിയപ്പോഴേക്കും അശ്വിൻ സാറിന് പുലിയാണ് എന്ന രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം അശ്വിൻ സാർ ഇടപെട്ട് ഒരു തൊഴിലാളികളുടെ പ്രശ്നം തീർത്ത കാര്യമൊക്കെ സ്റ്റാഫുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി വന്ന്, എക്സ്ക്യൂസ് മീ, യെസ് വാട്ട് യു വാണ്ട്, ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജോയിൻ ചെയ്യാനോ? ഇവിടെയോ? എന്താ എൻ്റെ പേര്? ഞാൻ ശ്രുതി ലക്ഷ്മി എന്നാണ് എൻ്റെ പേര്. ഞാൻ അഡ്വക്കേറ്റ് ശ്യാം സാറ് പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ വന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ചാൽ മതി എന്നാണ് ശ്യാം സാറ് പറഞ്ഞത്. ഓ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇങ്ങ് തന്നേരെ. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ശ്രുതി എടുത്ത് കൊടുക്കുകയാണ്. പക്ഷേ അത് കവറ് മാത്രമായിരുന്നു, അതിനുള്ളിലില്ലായിരുന്നു കേട്ടോ. അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്ററുള്ള കവർ എടുത്ത് കൊടുത്തു, അപ്പോയിൻമെൻറ്റ് ലെറ്റർ അതിനുള്ളിലില്ലായിരുന്നു. ഇവൾ ഇപ്പോൾ ഉണ്ട്, ഞാൻ ഇതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് തപ്പുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ അവൾ ആകെ ടെൻഷൻ അടിക്കുകയാണ്. അവർ ചോദിക്കുകയും ചെയ്തു, ഇത് അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്, വേറെ പേപ്പറൊന്നും അല്ല, ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ആ സാധനം ഇല്ലാതെ പിന്നെ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് എൻ്റെ ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയം അശ്വിൻ ആരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വർക്ക് നടക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പ്ലാനും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സൈറ്റിൽ. അപ്പോൾ ഉടനെ റെഡിയാവുമെന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞപ്പോഴേക്കും വിശ്വാസത്തിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. പറഞ്ഞ സമയത്ത് എല്ലാം തീർത്തിരിക്കണം, അത് ഷുവറായിരിക്കണം, ബിൽഡിങ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഗുഡ്, എന്നാൽ ASR കമ്പനിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് തുടരും, അതർവൈസ് ഇത് നമ്മൾ തമ്മിലുള്ള അവസാന ഡീലായിരിക്കും എന്ന് അശ്വിൻ തറപ്പിച്ച് പറയുക. എന്നിട്ട് അശ്വിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിനെക്കുറിച്ച് ഒരു നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കണം, കാരണം നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളിയായിട്ടുള്ള കോൺടാക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ്. അങ്ങനെ അശ്വിൻ ഒരിടത്ത് വണ്ടി കൊണ്ട് ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ കുറച്ച് പൂവൊക്കെ താഴെ ഇങ്ങനെ വിതറി കിടക്കുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്തുമാണ് ഇവ വണ്ടി കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ആരോ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അശ്വിൻ. അപ്പോൾ ആദ്യം 2 കാലുകൾ കാണിച്ചു. ലാവണ്യയുടെ എൻട്രിയാണ് കേട്ടോ, അതായത് അശ്വിൻ്റെ കാമുകയുടെ എൻട്രിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരി ഇങ്ങനെ അവനെ വന്ന് ഓടി വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു. അവനും തിരിച്ച് കെട്ടിപ്പിടിച്ചു കേട്ടോ. അപ്പോൾ നീ എന്താ എവിടെയെന്ന് ചോദിച്ചപ്പം എൻ്റെ കള്ള ചക്കര ചെറുക്കനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയാണ്. ഞാൻ ഓഫീസിലേക്കല്ലേ വരുന്നത്, കാണലും സംസാരിക്കലും ഒക്കെ അവിടെ വെച്ചാകാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ശരിയാ, അവിടെ നീ എൻ്റെ ബോസും ഞാൻ നിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആണല്ലോ, പോരാത്തതിന് നീ അവിടെ മുടിഞ്ഞ സ്ട്രിക്റ്റും അല്ലേ. ഓഫീസിൽ വെച്ചിട്ട് ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ, അതിനല്ലേ എനിക്ക് പെർമിഷനുള്ളൂ. നിൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് ഇതാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ പതിവ് വിസിറ്റൊക്കെ ഒഴിവാക്കി ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, സംതിങ് വെരി വെരി സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പോഴേക്കും അശ്വിൻ ചോദിച്ചു, ഗിഫ്റ്റോ? എന്തിന്? വെറുതെ ചുമ്മാ ഒരു രസം. ഗിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ മതിയാവും എന്നാണെങ്കിൽ എനിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നത്തെ ദിവസം, ക്യാൻ യു ഗസ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, ഇല്ല സോറി എനിക്കറിയില്ല. ഇവൻ കുറച്ച് ജാടയിട്ടൊക്കെയാണ് നിൽക്കുന്നത്, ഇവളാണെങ്കിൽ അളിഞ്ഞു കയറുക. അപ്പം നീ അങ്ങനെ സ്പെഷ്യൽ ഇവൻറ്റ്സും ഡേയ്സും ഒന്നും ഓർത്തിരിക്കുന്ന ടൈപ്പല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതിൽ നിരാശയും പരാതിയും ഒന്നും എനിക്കില്ല. അപ്പോഴേക്കും ലാവണ്യ വെറുതെ സംസാരിച്ച് സമയം കളയാതെ കം ടു ദ പോയിൻറ്റ്. ഓക്കെ ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ ബോയ് ഫ്രണ്ട്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഓർക്കുന്നുണ്ടോ ഇന്നത്തെ ദിവസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഇന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ആൻഡ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു മൈ ലവ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അശ്വിൻ ചിരിക്കുക കേട്ടോ.
ഇവിടെ പോയി എന്തൊക്കെയോ സമ്മാനങ്ങൾ എടുത്തുകൊണ്ട് വരിക. ഇവിടെ ആരാണെന്നറിയാമോ? നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും നമ്മുടെ കസ്തൂരിമാൻ സീരിയലിലെ ജീവയുടെ ആദ്യത്തെ ലവർ നീതു എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണിനെ ഓർക്കുന്നുണ്ടോ? അവളാണ്. അപ്പോൾ ഒരു താടിക്ക് കയറിയൊരു പെണ്ണുണ്ടല്ലോ, താടിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ഈ ബോഡി ഷേമിംഗ് ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നു. ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്ന് കാറിൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് വെച്ചു. കേക്കാണ്. അപ്പോൾ കേക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലല്ലോ, അവിടെ ഞാനിങ്ങനെ ചോദിക്കുക. വെയിറ്റ് എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് സമയം വെറുതെ കളയുന്നത്? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെറുതെ എൻ്റെ സമയം കളയായിരുന്നില്ല. അതെന്താ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് വേണ്ടി സമയം കളയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ 10 അല്ല, അനാവശ്യമായിട്ട് 1 മിനിറ്റ് പോലും കളയാൻ എനിക്ക് ഇഷ്ടമല്ല ലാവണ്യ, ഡോണ്ട് യു നോ ദാറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഞാൻ നിൻ്റെ വിലപ്പെട്ട സമയം കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് ഈ കേക്ക് നീ ഒന്ന് കട്ട് ചെയ്തിട്ട് നീ എന്താണെന്ന് വെച്ച് ചെയ്തോ, നീ പൊക്കോ. പിന്നെ ഇത് നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ കേക്കൊന്നും അല്ല കേട്ടോ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയ നിൻ്റെ ഫേവറേറ്റ് ഷുഗർ ഫ്രീ ബട്ടർ കേക്കാണ്, പീനട്ട് ബട്ടർ കേക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അവന് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കേക്ക് മുറിക്കാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.